ഹരേ നാരായണ 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 നാരായണ. കൃഷ്ണ ശരണം. സ്വസ്തി ചിന്മയം ഗ്രൂപ്പിലെ എല്ലാ ആചാര്യശ്രേഷ്ഠന്മാർക്കും സജ്ജനങ്ങൾക്കും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ സജ്ജനവൃന്ദങ്ങൾക്കും എൻ്റെ വിനീതമായ പാദനമസ്കാരം. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണു കൊണിതാദൃതാനനേന്ദോ മമ വാചി വിജൃംഭതാം മുരാരേർമധുരിം ന കണികാപി കാപി കാപി. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നോമ്പിട്ടിയുടൽ വാട്ടിയും പ്രകൃതി തൻ തത്വം തിരഞ്ഞെണ്ണിയും വെമ്പിക്കൊണ്ടു വലഞ്ഞിടേണ്ട ഭഗവാൻ വ്യാസന്റെ നാട്ടിങ്കൽ നാം മാൺപേറും വ്രജമാനിനി മണികൾ തന്മാർത്തട്ടിൽ മിന്നും മറക്കാമ്പിൻ കാമ്യകഥാമൃതത്തിൽ ഇനിമേൽ കാതൊന്നണച്ചാൽ മതി. ഹരേ ഗുരുവായൂരപ്പ സന്തോഷിക്കണേ കൃഷ്ണ. കുറൂരമ്മയ്ക്ക് മടിയിൽ വെച്ച് ലാളിക്കാൻ മിടുക്കനായിട്ടുള്ള ഓമനക്കുട്ടനെ കിട്ടി. ആ ഉണ്ണിയെ മടിയിൽ വെച്ചിട്ട് അമ്മ നാരായണ 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 എന്ന് ജപിക്കും. ഉണ്ണി നാരായണ എന്ന് ജപിക്കൂ എന്ന് പറയുന്ന സമയത്ത് ഞാനാന്ന് പറയത്രേ. അതെന്താ ഈ ഞാനാന്നല്ല ഉണ്ണി നാരായണ എന്ന് ജപിക്കൂ. അപ്പോഴും ഉണ്ണി ഞാനാന്നേ പറയുള്ളൂ ഇത്രേ. ഞാനാ ഉണ്ണി പറയണത് എന്താ? ഈ അഖിലകോടി ബ്രഹ്മാണ്ട നായകനായിട്ടുള്ള ആ നാരായണൻ ഞാനാണ് അമ്മേ എന്നാ പറയണത്. പക്ഷെ അമ്മയ്ക്ക് അതറിയില്ലല്ലോ. ആ അമ്മയ്ക്ക് അങ്ങനെ ലാളിക്കാൻ ഒരു പൊന്നുണ്ണിയെ കിട്ടി. അങ്ങനെ ആ കിട്ടിയിട്ടുള്ള അമ്മയുടെ ആ സ്ഥലത്ത് വെച്ചിട്ട് ആ അമ്പലത്തിൽ വെച്ചിട്ട് അമ്മയുടെ നാട്ടിൽ വെച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ ആ പൊന്നുണ്ണി കണ്ണൻ്റെ എന്തെങ്കിലും ഒരു കഥ പറയുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമുള്ള കാര്യമല്ലേ, ആ ഒരു പുണ്യമുള്ള കാര്യമല്ലേ. പറയണത് എന്താണോ അറിയില്ല എന്നല്ല, എന്ത് പറഞ്ഞാലും എനിക്കത് കിട്ടിയതാണ്. അങ്ങനെ വിചാരിച്ചിട്ട് പറയുകയാണ്. ഭവന്തമയമുദ്ദഹന്യദുകുലോദ്ദഹോ നിസ്സരൻ. എനിക്ക് ഇവിടെ പറയാൻ പറഞ്ഞത് 39ാമത്തെ ദശകമാണ്. കൃഷ്ണജന്മോത്സവം മധുരയിൽ കംസൻ്റെ കാരാഗ്രഹത്തിൽ ദേവകീ വസുദേവന്മാരുടെ പുത്രഭാവേന ഭഗവാൻ അവതരിച്ച വരുന്ന കാര്യങ്ങളൊക്കെ എന്തെല്ലാണ്, തൽക്കാലത്തെ ആപത്തൊഴിവാവാൻ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ ആ വക കാര്യങ്ങളൊക്കെ അച്ഛനെയും അമ്മയും ബോധിപ്പിച്ചതിന് ശേഷം ചെറിയൊരു ഉണ്ണിയായിട്ട് ശിശുവായിട്ട് അവിടെ കിടന്നു. നമ്മളെല്ലാ സമർപ്പണത്തിനും അവതാരം കഥ പറയാറുണ്ട്. നമ്മുടെ ആചാര്യൻ ഭംഗിയായിട്ട് ഭക്തിപൂർവം പറഞ്ഞു തരാറുണ്ട് നമുക്ക്. ഇപ്പോൾ 39ാമത്തെ ദശകത്തിൽ എന്താണോ പ്രതിപാദിച്ചത് വെച്ചാൽ അത് പറയാം നമുക്കെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ആ ഉണ്ണി പറഞ്ഞു, എന്നെ എടുത്തിട്ട് ആ നന്ദഗോകുലത്തിൽ കൊണ്ട് കിടത്തിക്കോളൂ, അവിടെ യോഗമായാദേവി യശോദ പ്രസവിച്ച കുട്ടിയെ എടുത്തിങ്ങടും പോന്നോളൂ എന്ന് പറഞ്ഞു. അത് പ്രകാരം ആ ഉണ്ണിയെ എടുത്തുകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ചിട്ട്, ചില ചിത്രത്തിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ, കൊട്ടയിൽ
തലയിലൊക്കെ വെച്ച് പോണു. അങ്ങനെ ഒരിക്കലും കൊട്ടയിൽ തലയിലൊന്നും വെച്ച് പോവില്ല കേട്ടോ വസുദേവര്. ഇങ്ങനൊരു പൊന്നുണ്ണിയെ കിട്ടിയിട്ട് മാറോട് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുണ്ടാവുക അല്ലേ. അങ്ങനെ പോയി ആ കാളിന്തി നദിയുടെ വക്കത്തെത്തിയ സമയത്ത് അനന്തഭഗവാൻ കൊട പിടിച്ചു. ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അനന്തഭഗവാൻ കൊട പിടിച്ചു. അങ്ങനെ കാളിന്തി തീരത്തെത്തിയ സമയത്ത് കാളിന്തി കൂലം കുത്തി ഒഴുകുകയാണ്, കര കവിഞ്ഞൊഴുകണു. വരുണ കണ്ട സമയത്തേ ആ വരുണ ഭഗവാൻ പറഞ്ഞു, എങ്ങനെയാണ് ഇനി ഈ കാളിന്തി അക്കരെ കടക്കുക എന്ന് വസുദേവർ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. വരുണ ഭഗവാൻ വന്നിട്ട് കാളിന്തി നദിയോട് പറഞ്ഞു, ഇത്രേ ആ വരുണ മഹാത്മാവിൻ്റെ കയ്യിലുള്ള കൊച്ചുകുഞ്ഞ് ആരാണെന്നറിയോ? ലോകം മുഴുവൻ പാലിക്കണ പ്രഭുവാണ്. ഇദ്ദേഹത്തിൻ്റെ ആ കൺമുന ഒന്ന് ചുവന്നാലുണ്ടല്ലോ, ആ ചുവന്ന കൺമുന ഇന്നും ഞാൻ മറന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാണത്? ത്രേതായുഗത്തിൽ ശ്രീരാമനായി അവതരിച്ച സമയത്ത് ലങ്കയിലേക്ക് വഴി ചോദിച്ചിട്ട് 3 ദിവസമാണ് ഊണും ഉറക്കമില്ലാതെ വരുണദേവനെ പ്രാർത്ഥിച്ചത് ആ സമുദ്രം ഒന്ന് വിട്ടു തരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉണ്ടായില്ല. ആ സമയത്താണ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഭഗവാന് ദേഷ്യം വന്നു. ആ കൺമുനി ഒന്നങ്ങനെ ചുവന്നൂത്രേ. ആ ചുവന്ന പേടിച്ചു പോയി വരുണൻ. വേഗം വഴിമാറിക്കൊടുത്തു. അപ്പോൾ എന്താ ഇവിടെ വരുണൻ കാളിന്തിയോട് പറയുന്നത്? ആ ചുവന്ന കൺമുന ഇന്നും ഞാൻ മറന്നിട്ടില്ല, അതുകൊണ്ട് വേഗം വഴി കൊടുത്തോളൂ എന്നാ കേൾക്കേണ്ട താമസം. കാളിന്തി 2 ഭാഗത്തേക്കും അങ്ങോട്ട് ഒഴിഞ്ഞു നിന്നു എന്നാണ്. അങ്ങനെ ആ ഉണ്ണിയെയും കൊണ്ട് അമ്പാടിയിലങ്ങനെ എത്തി. അമ്പാടിയിലെത്തി സ്മൃതികാഗ്രഹത്തിലേക്ക് അങ്ങനെ കടന്നു. യശോദ അവിടെ 3-4 ഗോപസ്ത്രീകളൊക്കെ ഉണ്ട്. യശോദ അപ്പം പ്രസവിച്ചിട്ടേ ഉള്ളൂ. യോഗമായാദേവി അല്ലേ ഉണ്ടായത് അവിടെ. മായാദേവി വിചാരിച്ചാൽ ഇന്ന് അഘടിത എന്താ പറയാനുണ്ട് മായയെ പറ്റി പറയുമ്പോൾ എന്താണ് സംഭവിച്ചത് അവിടെ എന്ന് പറയാൻ പറ്റില്ല. ഇതേ അവിടെ പ്രസവിച്ച് കിടക്കണു യശോദാദേവി. ഒരു പെൺകുട്ടിയുണ്ട് യോഗമായാദേവി. അപ്പുറത്ത് ഒരു തൊട്ടിലുണ്ട് ഇത്രേ ഒരു സുന്ദര കുട്ടൻ കിടക്കണു. വസുദേവരുടെ മൂത്ത പുത്രനാണത്, രോഹിണിയുടെ ഉണ്ണി. 4-5 മാസമായിട്ടുണ്ട് തൊട്ടിൽ കിടക്കണം. വസുദേവർ ഒന്നങ്ങനെ നോക്കി, ഇത്രേ തൻ്റെ ഉണ്ണി തന്നെയാണ് ആ കിടക്കണത്. ഈ ഉണ്ണിയെ കൊണ്ട് വേഗം നോക്കിയിട്ട് പറഞ്ഞു, യോഗം ഉണ്ടെങ്കിൽ ഇനി നമുക്കടുത്ത് കാണാം കേട്ടോ, വേഗം കാണാം എന്നൊക്കെ പറഞ്ഞ് ആ ഉണ്ണിയെ നോക്കി എടുത്ത് കളിപ്പിച്ച് നിൽക്കാനൊന്നും സമയമില്ല. ഈ ഉണ്ണി അവിടെ കിടത്തി യോഗമായാദേവിയെ എടുത്ത് വസുദേവർ വേഗം തിരിച്ചു പോന്നു. അങ്ങനെ മധുരയിലെത്തി. എത്തേണ്ട താമസം, കാരാഗ്രഹത്തിൽ ഈ കുട്ടിയെ കിടത്തേണ്ട താമസം. ഉറക്കെ അങ്ങനെ കയ്യും കാലൂട്ട് അങ്ങനെ മായാദേവി എല്ലാവരെയും അങ്ങനെ ഉണർത്തി അവിടെ നിന്നാണ് തൻ്റെ കരച്ചിലുകൊണ്ട്. അത് കേട്ടു. കാവൽക്കാരത് കേട്ടിട്ടേ ഉണർന്നിട്ടുള്ളൂ. ഇതുവരെ ഉണ്ടായ സംഭവ വികാസങ്ങളൊന്നും കാവൽക്കാർ അറിഞ്ഞിട്ടില്ല. അവരത് കേട്ടു, ഉണർന്നിട്ട് കംസനെ വിവരം അറിയിച്ചു എന്നാണ്. കംസൻ ഇതിങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ്. എപ്പോഴാ ദേവകി പ്രസവിക്കുക എന്ന് ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് ദേവസിക്ക് പ്രസവിച്ചു എന്ന് കേട്ടതും അവിടുന്ന് കിടന്ന ചാടി എണീറ്റ് കോണിപ്പടിയൊക്കെ 2-3 പടികളൊക്കെ ആയിട്ട് ചാടി ഇറങ്ങി വേഗം ദേവകിയുടെ ആ കാരാഗ്രഹത്തിലെത്തിയിട്ട് ചോദിച്ചു, എവിടെ വിഷ്ണു ചോദിച്ചു. വിഷ്ണു? ഇവിടെ എന്ത് വിഷ്ണുവാ? എന്താ ഏട്ടന് പറ്റിയത്? വിഷ്ണു? ഞാൻ പ്രസവിച്ചതൊരു പെൺകുട്ടിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 8ാമത്തെ ഉണ്ണി എന്നാണല്ലോ പറഞ്ഞത്. കംസന് ഊണിലും ഉറക്കത്തിലും വിഷ്ണു 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 എന്നൊരു ചിന്തയുള്ളൂ. അപ്പോൾ വിഷ്ണുമയമായി തീർന്നിരിക്കണോ കംസന് മുഴുവൻ. ആ ഒരു ചിന്തയിലാണ് വിഷ്ണു എവിടെയെന്ന് ചോദിച്ചത്. വിഷ്ണു ഒന്നും അല്ല ഏട്ടാ, ഇവിടെ ഒരു പെൺകുട്ടിയാണ് ഉണ്ടായത്. അതുകൊണ്ട് എനിക്കുണ്ടായ 6 കുട്ടികളെ ഏട്ടൻ ഹൃദയം കൊന്നു കളഞ്ഞില്ലേ. ഈ ഒരു പെൺകുട്ടിയാണ്, ഈ പെൺകുട്ടിയെ എനിക്ക് വിട്ടു തന്നൂടെ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടിയെ മാറോട് ചേർത്ത് ഇങ്ങനെ പിടിച്ച് കരയുകയാണ് ദേവകി. അതുമല്ല ഏട്ടാ, എനിക്കൊരു വിചാരമുണ്ട് എന്ന് പറയാം. ഏട്ടന് ആൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ എന്നാണ്. ഇവൾ വളർന്ന് വലുതായാൽ ഏട്ടൻ്റെ കുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്നുള്ള ചിന്തയടക്കം ഇപ്പം എനിക്കുണ്ട്. എന്താ ഇവൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യില്ല. പെൺകുട്ടിയല്ലേ ഏട്ടാ, ഏട്ടന് ഒരു ദ്രോഹവും ഉണ്ടാവില്ല. ഇങ്ങനെ പലതും ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് കരഞ്ഞ് കംസൻ്റെ കാല് പിടിച്ച് പറഞ്ഞു വെച്ചാലും കംസന് യാതൊരു ദയയും തോന്നിയില്ല. കംസൻ ആ കുട്ടിയെ ദേവകിയുടെ അടുത്തുനിന്ന് പിടിച്ച് വലിച്ചങ്ങോട്ട് എടുത്തു. കാല് പിടിച്ചിട്ടാണ്
വലിച്ചത്. രണ്ട് കാലും കൂടി എടുത്ത് തൂക്കി പുറത്ത് കൊണ്ടുപോയി ആ പാറപ്പുറത്തേക്ക് അങ്ങോട്ട് ചുഴറ്റി അങ്ങോട്ട് അടിക്കാൻ പുറപ്പെട്ട സമയത്ത് കയ്യിൽ നിന്ന് ആ പെൺകുട്ടി വഴുതിപ്പോയി എന്നാണ്. കുറേ മേപ്പെട്ട് നോക്കി, കുറേ ഉയരത്തിലേക്കാണ് വഴുതിപ്പോയത്. നോക്കിയ സമയത്ത് ഈ സായുധാഷ്ടമഹാഭുജ, 8 കൈകളിലും ആയുധങ്ങളുമായിട്ട് ആ ലോകമാതാവ് അവിടെ ഇങ്ങനെ വിളങ്ങി നിൽക്കണു. സാക്ഷാൽ ജഗദംബിക. ആ ജഗദംബിക പറഞ്ഞു, കംസൻ അത്ഭുതപ്പെട്ടു പോയി. ജഗദംബിക പറഞ്ഞു, നീ എന്തിനാ എന്നെ കൊല്ലാൻ പുറപ്പെട്ടത്? ഞാൻ നിനക്കേതും ദോഷം ചെയ്വതിനുള്ളോളല്ല, നൂനമി ജഗത്തൊക്കെ പാലിപ്പാനുള്ളോളത്രേ. ഞാൻ ഈ ലോകം മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജനിച്ചതാണ്, അല്ലാതെ നിന്നെ ഉപദ്രവിക്കാനോ നിന്നെ കൊല്ലാനോ വേണ്ടി ജനിച്ചതല്ല. അങ്ങനെയാണെങ്കിലും എൻ്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്, പോയി തെരഞ്ഞ് കണ്ടുപിടിച്ച് കൊന്നോളൂ. എത്ര നീയ ശ്രമിച്ചിട്ടും കാര്യമില്ല, ആ കുട്ടി നിന്നെ കൊല്ലുന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ ദേവി അവിടുന്ന് മറയുകയാണ്. എന്തായാലും ഒരു നിമിഷ നേരത്തിന് കംസന് ഒരു മനമാറ്റം വന്നു എന്നാ. എന്താ, മായാഭഗവതിയുടെ തൃക്കാലാണ് പിടിച്ചതേ, പാദല്ലേ പിടിച്ചത്. അമ്മയുടെ പാദം പിടിച്ച സമയത്ത് കംസൻ്റെ ദുഷ്ട മനസ്സിനും കൂടി ചെറിയൊരു മാറ്റം വന്നു എന്നാണ്. അവിടെ ചെന്നു, യശോദ ദേവകിയുടെ അടുത്ത് ചെന്നിട്ട് കുറേ പറഞ്ഞു, ഞാൻ ദേവന്മാർ പറഞ്ഞത് സത്യമാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഏതായാലും ദേവകി വസുദേവരൊക്കെ ആശ്വസിപ്പിച്ചു കംസനെ. അവരെ കംസനെ പറഞ്ഞയച്ചു. പിന്നെ കംസൻ തൻ്റെ മന്ത്രിമാരൊക്കെ ആയിട്ട് കൂടിയാലോചനയൊക്കെ നടത്തി അടുത്ത നടപടി എന്ത് വേണം എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കണോ. ഇനി നമുക്ക് അമ്പാടിയിൽ എന്താ ഉണ്ടായത് എന്നറിയണ്ടേ? അമ്പാടിയിലത്തെ വിശേഷമാണല്ലോ നമുക്കറിയേണ്ടത്. ഇവിടെ കണ്ണനെ അവിടെ കൊണ്ട് കിടത്തിയിട്ടുണ്ടല്ലോ, കിടത്തി പോന്നിട്ടുണ്ട്. പിന്നെ അവിടെ എന്തുണ്ടായിന്ന് നമുക്കൊന്നറിയണമല്ലോ. അതാണ് അവിടെ നന്ദസ്ത്വാത്മജൗൽപ്പന്നെ, നന്ദഗോപർക്ക് ഉണ്ണിയുണ്ടായി എന്നാണ്. ഈ എന്തേ നന്ദഗോപർക്ക് ഉണ്ണിയുണ്ടായ അത്ര വിശേഷം? അമ്പാടിയിൽ മറ്റുള്ള ഗോപന്മാർക്കൊന്നും ഉണ്ണിയും കുട്ടിയൊന്നും ഉണ്ടാവാറില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നന്ദഗോപര് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്, മഹാഭാഗ. എല്ലാവർക്കും എന്ത് സഹായം ചെയ്യാനും അമ്പാടിയിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ മുന്നിൽ നിൽക്കും നന്ദഗോപര്. എല്ലാവരുടെ പ്രശ്നം തീർക്കാനും എല്ലാവർക്കും ഒരേപോലെ പ്രിയപ്പെട്ട ആളാണ്. അങ്ങനെയുള്ള ആൾക്കാണ് കുട്ടികളില്ലാതെ കുട്ടികളുണ്ടാവുന്നത്. നന്ദനോ മഞ്ഞിൽ മറ്റൊന്നും ചിന്തയില്ലാത്ത ഭാഗ്യവാൻ, പുണ്യം മൂർത്തീഭവിച്ചുള്ള മഹാഭാഗവതോത്തമൻ. അങ്ങനത്തെ ഒരാളാണ് നന്ദൻ. ആ നന്ദൻ യശോദയെ സൂതികാഗ്രഹത്തിലേക്ക് കയറ്റിയെന്ന് അങ്ങനെ കേട്ട സമയത്തെ ആ നീലാകാശം നോക്കി മുറ്റത്ത് ഇങ്ങനെ സമാധിസ്ഥനായി ഇങ്ങനെ നിൽക്കുക. എന്താ വെച്ചാൽ നക്ഷത്രം നോക്കിയിട്ടേ, പണ്ടൊക്കെ അങ്ങനെയാണ്, വാച്ചൊന്നുമില്ല ആ കാലത്തൊന്നും, നക്ഷത്രം നോക്കിയിട്ടാണ് നേരം നോക്കുക. പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ നേരം നോക്കാൻ പറഞ്ഞാൽ ആകാശത്തുള്ള നക്ഷത്രങ്ങൾ നോക്കിയിട്ടാണ് ഇത്രേ നേരം നോക്കുക. അപ്പോൾ ആ നേരം നോക്കാൻ വേണ്ടിയിട്ട് ആകാശത്തേക്ക് നോക്കി നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് പിന്നെ നേരം നോക്കാമെന്ന് സൂതികാഗ്രഹത്തിൽ നിന്ന് ഒരു ശബ്ദം പുറത്തേക്ക് കേട്ടു എന്നാ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കുഞ്ഞ് കരച്ചിലിൻ്റെ ശബ്ദവും കേട്ടു എന്നാ. എന്താ ശബ്ദം? പരിപൂർണ പരബ്രഹ്മം മണ്ണിൽ അവതരിച്ചിട്ട് ആദ്യമായിട്ട് പവിഴച്ചോരിവായി കൊണ്ടു പൊഴിച്ചൊരു നിസ്വനം ആ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിട്ട് ആദ്യമായിട്ട് തൻ്റെ പവിഴച്ചോരിവായി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ശബ്ദം ഉണ്ടല്ലോ, അത് നന്ദഗോപരുടെ കാതിൽ അമൃതമായിട്ടങ്ങനെ പൊഴിഞ്ഞു എന്നാണ്. സന്തോഷം കൊണ്ടങ്ങനെ സഹിക്കാൻ വയ്യാതെ നന്ദഗോപർക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നന്ദഗോപര് സന്തോഷം നല്ലോണം ഉണ്ട്, എന്നാലും ഒരു മോഹം തോന്നി ഉണ്ണിയാണ് എന്ന് കേൾക്കാൻ. ചെറിയൊരു മോഹം തോന്നി നന്ദഗോപർക്ക് മനസ്സിൽ. നേരം നോക്കാന്നേ ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഉണ്ണിയാണ്, കരയണ ശബ്ദം കേട്ടു, പക്ഷേ ഉണ്ണിയാണോ കുട്ടിയാണോ എന്ന് അറിഞ്ഞിട്ടില്ല. ഉണ്ണിയാണ് എന്ന് കേൾക്കാൻ ഒരു മോഹം തോന്നിയ സമയത്ത് അപ്പോഴാണ് ഇത്രേ ഒരാൾ പറഞ്ഞു ശംഖെടുത്ത് വിളിക്കാൻ. ഒക്കെ സൂതികാഗ്രഹത്തിൽ നിന്ന് സ്ത്രീകൾ തല പുറത്തിട്ട് പറയണതാണ് കേട്ടോ അതൊക്കെ.
അല്ലാതെ തുറന്ന് അങ്ങനെ പറയണതല്ല. ശംഖെടുത്ത് വിളിച്ചോളാൻ പറഞ്ഞു എന്നാണ്. ശംഖ് എന്ന് കേട്ടപ്പോൾ സന്തോഷമായിട്ടോ. ആൺകുട്ടികളുണ്ടായാൽ ആ ശംഖ് വിളിക്കുക, പെൺകുട്ടികളുണ്ടായാലല്ല, ആൺകുട്ടികളുണ്ടായാൽ ശംഖ് വിളിക്കും. അപ്പോൾ സന്തോഷമായി. അങ്ങനെ ആ ശംഖൊക്കെ എടുത്ത് അങ്ങനെ വിളിച്ചു. എന്നാലും ഒരു മോഹൻ നന്ദഗോപർക്ക് ഉണ്ണിയാണ് എന്ന് പറയണ കേൾക്കാൻ. ആ സമയത്താണ് രോഹിണി ദേവി സൂതികാഗ്രഹം മെല്ലെ ഒന്നങ്ങനെ തുറന്ന് ആ തല പുറത്തേക്കിട്ട് പറഞ്ഞു, ഇത്രേ ഉണ്ണിയാണ് കേട്ടോ എന്ന് പറഞ്ഞു എന്നാ. ആ പറഞ്ഞ ആൾക്ക് ലോകം മുഴുവൻ അങ്ങനെ കൊടുത്താലും പോരാന്ന് തോന്നി നന്ദഗോപർക്ക് എന്നാണ്. അത്ര സന്തോഷം തോന്നി. അങ്ങനെ ആ നന്ദഗോപര് ആ ശംഖെടുത്ത് വിളിച്ചു. അപ്പോഴേക്കും ഉപനന്ദൻ വന്ന് പറഞ്ഞു, ശംഖ് മാത്രമൊന്നും പോരാട്ടോ, തകലും നാഗസ്വരം ഒക്കെ വേണമെന്നാണ്. അങ്ങനെ തകലും നാഗസ്വരം ശബ്ദത്തോടു കൂടി അങ്ങനെ അവിടെ നല്ല നാഗസ്വര കച്ചേരി അങ്ങനെ നടന്നു എന്നാണ്. അതൊന്നും പോരാന്ന് ആ സമയത്തെ. തകലും നാഗസ്വരമൊന്നും പോരാ. ചിലർ ബ്രാഹ്മണർ വന്നിട്ട് വേദഘോഷങ്ങൾ അങ്ങനെ തുടങ്ങിയെന്നാണ്. അപ്പോഴേക്ക് ഗോപാലന്മാരൊക്കെ അങ്ങനെ വരാൻ തുടങ്ങി. അവർ പല ഉത്സവ ആഘോഷമാക്കി അങ്ങനെ കൊണ്ട് നടത്താൻ തുടങ്ങി അവിടെ നിന്നാണ്. അമ്പാടിയിലെ ഓരോ തൂണും അങ്ങനെ പൊതിഞ്ഞു എന്നാ, പട്ടുകൊണ്ട് അങ്ങനെ പൊതിഞ്ഞു. എന്നിട്ട് ഓരോ ഗൃഹത്തിൻ്റെ മുന്നിൽ തന്നെ കൊലവാഴ കൊലത്തേങ്ങയൊക്കെ തൂക്കി. അമ്പാടി നന്ദഗൃഹത്തിലെ ഓരോ ഗൃഹങ്ങളും തൂണുകൾ പട്ടുകൊണ്ടങ്ങനെ പൊതിഞ്ഞിട്ട് പഴുക്കടയ്ക്ക, ഇളനീർക്കൊല, ഇളം തളിര്, വെറ്റില ഇതൊക്കെ അങ്ങനെ തൂക്കി. അപ്പോഴേക്ക് കുറേ പെൺകുടിമാരൊക്കെ അങ്ങനെ വന്ന് അടിച്ച് തളിച്ച് മെഴുകി നിലമൊക്കെ അങ്ങനെ മെഴുകി ശുദ്ധാക്കി നേരാക്കി. അപ്പോഴേക്ക് കുറേ ഗായകന്മാർ വന്നു എന്നാണ്. ഇവരെവിടുന്നാണ് വന്നതെന്നറിയില്ല. ഈ ശംഖുവിളി കേട്ട് ഈ ഗോലോകം മുഴുവൻ അങ്ങനെ മുഴങ്ങി ഈ ശംഖുവിളി. ആ ഗായകന്മാർ വന്നിട്ട് അവർ വർണ്ണം, രാഗം, ദാനം, പല്ലവി അങ്ങനെ ഉണ്ടല്ലോ, പല രാഗങ്ങളിലും അവരങ്ങനെ വായിക്കാൻ തുടങ്ങി എന്നാണ്. കർണമധുരമായി, ഭക്തി സാന്ദ്രമായി അവരങ്ങനെ വായിക്കണേൽ എല്ലാവരും അങ്ങനെ മുഴുകി നിന്നു എന്നാണ്. ഇത്രയൊക്കെ ആയപ്പോൾ സമയത്തെ നമുക്ക് ആ സൂതികാഗ്രഹത്തിലെ കാര്യമൊന്നും അറിയണമല്ലോ. അവിടെ ഉണ്ടായിട്ടേ ഉള്ളൂ. അവിടെ ഒരു തിരക്കാണ്. അപ്പം എന്നാൽ ആ കുഞ്ഞീനെ കുളിപ്പിക്കാൻ, പൂക്കൾ കൊടി മുറിക്കാൻ, എന്തൊക്കെയാണ് അവിടുത്തെ തിരക്ക് എന്നറിയില്ല എന്നാണ്. അവിടുന്ന് ഉണ്ണിയെ നല്ലോണമൊക്കെ കുളിപ്പിച്ചു പോകുന്നതാണ്. കുളിപ്പിച്ച് കഴിഞ്ഞ സമയത്ത് ഗോസ്ത്രീകൾ തമ്മിൽ ചോദിച്ചു എന്നാ, എന്താ ഉണ്ണിക്ക് ആദ്യം കൊടുക്കേണ്ടത് എന്നാ. ഉണ്ണിക്ക് ആദ്യം നമ്മളൊക്കെ ഗോപാലന്മാരല്ലേ, പശുവിൻ പാൽ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് പറ്റില്ല, പശുവിൻ പാൽ പ്രസവിച്ച ഉടനെ പശുവിൻ പാൽ ആർക്കും കൊടുക്കാറില്ല സാധാരണ. എന്നാൽ മധുരം കൊടുക്കുക, കൽക്കണ്ടം കൊടുക്കുക. കൽക്കണ്ട വെള്ളം അങ്ങനെ ഉണ്ടല്ലോ, തുണിയിലൊക്കെ ഇതാക്കി കൽക്കണ്ട വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്തെ അത് പറ്റില്ല എന്നാണ്. കൽക്കണ്ടത്തിൻ്റെ വെള്ളം അത് ഉണ്ണിക്ക് കൊടുക്കണ്ടെന്ന്. അപ്പോൾ വേറൊരു ഗോപസ്ത്രീ പറഞ്ഞു, നിങ്ങൾക്കൊന്നും ഇത്ര വിവരമില്ലേ, ഇതൊന്നും അല്ല കൊടുക്കേണ്ടത്, ബ്രഹ്മിനീരാണ് പ്രസവിച്ചാൽ ആദ്യമായിട്ട് കൊടുക്കുക എന്നാണ്. അപ്പോൾ എവിടുന്ന ഈ രാത്രി ബ്രഹ്മിനീരിന് പോവുക എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ ഒരു ഗോപസ്ത്രീ മടിക്കുത്തൊക്കെ അഴിച്ചു എന്നാണ്. ഞാൻ വരുമ്പം കൊണ്ടുവന്നിട്ടുണ്ട്, ബ്രഹ്മി കൊണ്ടുവന്നിട്ടുണ്ട്. വയസ്സായ ഗോപസ്ത്രീകൾ അതിൻ്റെ ഉള്ളിൽ 4-5 ആൾക്കാരുണ്ട്. ആ ബ്രഹ്മി കൊണ്ടുപോയിട്ട് എന്നിട്ട് അത് നല്ലോണം ചതച്ച് പിഴിഞ്ഞ് ആ ബ്രഹ്മിയുടെ നീര് ആ കണ്ണൻ്റെ വായയിലേക്ക് ഇങ്ങനെ ഉറ്റിച്ച് കൊടുത്ത സമയത്തുണ്ടല്ലോ, ആ മുഖം ഇങ്ങനെ ചുളുങ്ങിപ്പോയി എന്നാ, കായിച്ചിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ എന്ന് ഞാൻ അപ്പം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. എത്ര കണ്ണൻ ഞാനൊന്ന് വലുതാവട്ടെ, ഇപ്പം എനിക്കൊരു നിവൃത്തിയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം, എല്ലാവരെയും ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ടെന്ന് അപ്പം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഇത്ര ഗോപസ്ത്രീകളെയൊക്കെ കണ്ണനെ. ഏതായാലും അതൊക്കെ അങ്ങനെ കഴിഞ്ഞു. പുറപ്പെട്ട് നന്ദഗോപരാണെങ്കിൽ ഉണ്ണീനെ കാണാനുള്ള തിരക്ക് എന്താ നിശ്ചല്യ. ആ സൂതികാഗ്രഹത്തിൻ്റെ മർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. ഉണ്ണിയെ പുറത്തേക്ക് കൊണ്ടുവരണ്ടേ ഇവർ. അതങ്ങനെ കുളിപ്പിച്ച് ഇതൊക്കെ കഴിഞ്ഞ് പുറത്തങ്ങനെ കൊണ്ട് കിടത്തി എല്ലാവരും കണ്ടു. ഇത്രയൊക്കെ ആയപ്പോഴാണ് യശോദയ്ക്കുണ്ണിയുണ്ടായി. ഗോപസ്ത്രീകൾ കേട്ടത് ഈ ശംഖനാഥമൊക്കെ ഗോലോകം മുഴുവൻ അങ്ങനെ മുഴങ്ങി കേട്ടു. അവരും കേട്ടു. യശോദയ്ക്ക് അവരതാ യശോദായാസുതോദ്ഭവം, യശോദയ്ക്ക് ഉണ്ണിയുണ്ടായിന്ന ഗോപസ്ത്രീകളൊക്കെ കേട്ടത്. അവർ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി, മല്ലികേ, മാലതി, ഉഷേ, രമേ, നമുക്ക് പോണ്ടേ, എവിടെതാ യശോദയ്ക്ക് ഉണ്ണിയുണ്ടായി, ശംഖനാഥതാ കേൾക്കണു, നമുക്കൊക്കെ പോണ്ടേ.
ഒന്ന് കുളിക്കണ്ടേ പോവാൻ? വേഗം രാവിലെ 2 മണി 3 മണി ആയിട്ടുണ്ട്, നമുക്ക് വേഗം പുറപ്പെടല്ലേ, പോവല്ലേ, വേഗം ഒന്ന് കുളിക്കണ്ടേ. ഇനിയിപ്പോൾ എന്തിനാ കുളിക്കണത് എന്നാ? നമ്മളൊക്കെ സന്തോഷത്തിൽ തന്നെ മുങ്ങി കുളിച്ചില്ലേ, ഇനിയിപ്പോൾ വേറെ ഒരു കുളീൻ്റെ ആവശ്യമുണ്ടോ? വേഗം ഇപ്പോൾ അവിടെ എത്തുക വേണ്ടത്. എന്നാൽ ആഭരണങ്ങളൊക്കെ പെട്ടിയൊക്കെ എടുത്തു വെച്ചു. എല്ലാവരും നല്ല നല്ല അവരുടെ കയ്യിലുള്ള ഏറ്റവും പുതിയ പട്ട് ചേലകളൊക്കെ അങ്ങനെ എടുത്തു. പുത്തൻ പട്ട് ചേലകൾ എടുത്ത്, ഞാനിതാണ് ഉടുക്കുന്നത്, ഇന്നിപ്പോൾ അത് ഉടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്നാ നമ്മൾ ഉടുക്കുക എന്നാണ്. അങ്ങനെ എല്ലാവരും അവനവൻ കരുതി വെച്ചിട്ടുള്ളതിലും ഏറ്റവും നല്ല പട്ട് ചേലകളൊക്കെ അങ്ങനെ എടുത്തു, ഉടുത്തു, കണ്ണെഴുതി, പൊട്ട് തൊട്ടു, വേണ്ടത്ര അവരങ്ങനെ ഒരുങ്ങി എന്നാണ്. എന്നിട്ട് കയ്യിൽ കണ്ണനെ കാണാൻ പോകുമ്പോൾ അവർക്കുള്ളത് പാലും തൈരും മോരും ഒക്കെ, അതൊക്കെ എടുത്തു. പിന്നെ കൽക്കണ്ടം മുന്തിരി എല്ലാം എടുത്തു. അങ്ങനെ ഇത് കണ്ടിട്ട് ശ്രീശുക ബ്രഹ്മർഷി മനസ്സാലെ പറഞ്ഞു അത്രേ, ഭാഗ്യവതികളെ, നിങ്ങളെ എത്ര വേണമെങ്കിലും ഇപ്പോൾ ഒരുങ്ങിക്കോളൂ കേട്ടോ എന്നാണ്. നിങ്ങൾക്ക് കണ്ണെഴുതി, പൊട്ട് തൊട്ട്, സാരി ഉടുക്കുക, എന്ത് ചെയ്യണം, നിങ്ങളൊക്കെ എത്രയുണ്ട് ഒരുങ്ങണച്ചാൽ അതൊക്കെ ഇപ്പോൾ ഒരുങ്ങിക്കോളൂ. ആ കണ്ണനെ നിങ്ങളൊന്ന് കണ്ടുപോയാലുണ്ടല്ലോ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുങ്ങാനോ യാതൊന്നിനും ഇനി നിങ്ങളുടെ കാര്യത്തിന് നിങ്ങൾക്ക് സമയം കിട്ടില്ല, അതുറപ്പാണ്. അതുകൊണ്ട് ഇപ്പോൾ വേണ്ടത്ര ഒരുങ്ങിപ്പോയിക്കോളൂ എന്ന് ശ്രീശുക ബ്രഹ്മർഷിയെ പോലുള്ള ആൾക്കാർ മനസ്സിൽ പറഞ്ഞു എന്നാണ്. അങ്ങനെ അവരങ്ങനെ കണ്ണനെ കാണാൻ എല്ലാവരും മുല്ലപ്പൂമാല ധാരാളം തലയിൽ അങ്ങനെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ അവരങ്ങനെ വരിക്കങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോണ സമയത്ത് പിന്നാലെ വരുന്ന ആൾക്കാർക്ക് നന്ദഗോകുലത്തിലേക്ക് എവിടെയാ വഴിയെന്ന് ചോദിക്കേണ്ടെന്നാണ്. ഇവരുടെ തലക്കഴുത്തെ കെട്ടഴിഞ്ഞിട്ട് പൂക്കളിങ്ങനെ കൊഴിഞ്ഞു പോകണ്ട, ആ പൂക്കൾ നോക്കിയിട്ട് മതി പിന്നെ വരുന്ന ആൾക്കാർക്ക് പോവാന്നാ. ആകാശത്ത് ദേവന്മാരും ദേവസ്ത്രീകളും അപ്സരസ്ത്രീകളും ഒക്കെ ഇവരുടെ യാത്ര ഇങ്ങനെ നോക്കി നിൽക്കണു. അപ്സരസ്ത്രീകൾ പറയാണ് ഇത്രേ, പൊന്നുറുമ്പുകൾ ചാലിട്ടു പോകുമ്പോലല്ലയോ സഖി. ആകാശത്തുനിന്ന് ഇവർ നോക്കിയിട്ട് പറയാണ്, അങ്ങനെയല്ലേ, കുറേ ഉയരത്തുനിന്ന് പോണ സമയത്ത് താഴത്തേക്ക് നോക്കുമ്പം ചെറിയായിട്ടല്ലേ, വലിയ ഈ തീവണ്ടിയൊക്കെ അല്ലേ, ചെറിയൊരു തേരട്ട് കഴുകി അയച്ചു പോണ പോലെ തോന്നും കുറേ ഉയരത്തുനിന്ന് നോക്കിയാൽ. അതേപോലെ ഇവരിങ്ങനെ പോണ സമയത്ത് ഇതാണ് തോന്നിയത് എന്നാ ദേവസ്ത്രീകൾക്ക്. എന്തൊരു ഭാഗ്യവതികളാണ്, ഉറുമ്പുകൾ ഇങ്ങനെ ചാലിട്ട് പോകും പോലെ തോന്നണു അല്ലേ സഖി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരങ്ങനെ എത്തി. പിന്നെ ഗോപാലന്മാർ അവരും പാലും തൈരും എല്ലാം എടുത്തിട്ട് അവിടെ എത്തി. അവിടെ ഇങ്ങനെ എത്തിയ സമയത്ത് ഈ പാലും തൈരും ഒക്കെ ഒരു സ്ഥലത്ത് അങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ്. കൊണ്ടുവച്ചിട്ട് വെക്കാൻ സ്ഥലമില്ലാതെയായി. അവസാനം ഇവർ കൊണ്ടു ചെല്ലുന്ന ആൾക്കാർ പറയുകയാണ്, ഇതൊന്ന് ഒഴിച്ചു തരൂ എന്ന് പറയുമ്പോൾ നന്ദഗോപർ പറഞ്ഞു, ചിലരൊക്കെ ഏർപ്പാടാക്കി അതിന് ചില ഗോപന്മാരെ അവർ കൊണ്ടുവരുന്നതൊക്കെ ഒഴിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു. വലിയ പാത്രമൊക്കെ അങ്ങനെ വെച്ചു, അതിലേക്കൊക്കെ അങ്ങനെ ഒഴിച്ചു. പിന്നെയും വീണ്ടും വീണ്ടും ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. എവിടുന്നായി വരുന്നത് എന്നൊന്നും അറിയില്ല. അവിടെ പാത്രങ്ങളൊന്നും ഇല്ലാതെയായി ഒഴിക്കാൻ. അവസാനം ഒരു ഗോപൻ വലിയൊരു കുടത്തിൽ പാല് കൊണ്ടുവന്നായിരുന്നു. അയാൾ ഗോപൻ ഇവിടെ കൊണ്ട് പറഞ്ഞു, ഇതൊന്നും ഒഴിച്ചു തരൂ എന്ന് പറഞ്ഞു. ഞാൻ ഒഴിച്ചു തരാമെന്ന് പറഞ്ഞു. അയാളുണ്ട് മേടിച്ചിട്ട് ഇയാളുടെ തലയിൽ കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അതേപോലെ തന്നെ വെണ്ണയും മുഖത്തും മേലും ഒക്കെ അങ്ങോട്ട് തേച്ച് പാത്രം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു എന്നാണ്. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാലിൻ്റെ ഇത് വെറുതെ പറയല്ല കേട്ടോ. ആസിഞ്ചന്ത്യോ വിലിമ്പന്ത്യോ ഭാഗവതത്തിൽ വരികയാണ്. അന്യോന്യം വെണ്ണ കൊണ്ടേറും പാലുകൊണ്ട് അഭിഷേകം ദതി ക്ഷീരകൃതാംബുഭി. ഇതുകൊണ്ട് അവിടെ ആ നന്ദൻ്റെ നടുമിറ്റം മുഴുവൻ അങ്ങനെ ഒരു പാൽക്കടലായി തീർന്നു. ഈ ഉണ്ടായ ഉണ്ണിയുടെ കീർത്തി ഇതേപോലെ ലോകം മുഴുവൻ അങ്ങനെ പരക്കും എന്ന് തോന്നണ മാറാണോ എന്ന് തോന്നിട്ട് അവിടെ അങ്ങനെ ഒരു പാൽക്കടലായി തീർന്നു. അങ്ങനെ അവിടെ അങ്ങനെ ഒരു ഉത്സവം നടക്കണു. ഈ സമയത്താണിത് കണ്ണനെ കുളിപ്പിച്ച് ആ നന്ദൻ്റെ 4 ഇറയത്ത് അവിടെ ഇങ്ങനെ കൊണ്ട് കിടത്തുകയാണ്. നന്ദഗോപർ ഇങ്ങനെ അക്ഷമനായി കാത്തിരിക്കുക. അപ്പോഴേക്ക് എത്ര ആൾക്കാരാണ് അവിടെ നിറഞ്ഞു നിൽക്കണതെന്നറിയോ. ഈ ഉണ്ണിയെ കാണാൻ വേണ്ടിയിട്ട് ശംഖനാഥും നാദസ്വരമൊക്കെ കേട്ടിട്ട് ഗോകുലത്തിലുള്ള ആൾക്കാർ മുഴുവൻ അങ്ങനെ എത്തിയിട്ടുണ്ട്. അവിടെ ശരിക്കും വേദത്തിൻ്റെ വിരിപ്പിലും കൂടി കിടക്കാത്ത ആളാണ് ഈ ഭഗവാൻ.
അങ്ങനെ കുളിപ്പിച്ചാലോ, നാല് ആഴികൾ കൊണ്ട് കുളിപ്പിച്ചാലും നനയാത്ത ഭഗവാനെയാണ് ഒരു നാഴി വെള്ളത്തിലാണ് ഈ ഗോപസ്ത്രീകൾ കുളിപ്പിച്ചതെന്ന് പറയണു. വേദത്തിൻ്റെ വിരിപ്പിലും കൂടി കിടക്കാത്ത ഈ ഭഗവാൻ നന്ദൻ്റെ മുറ്റത്ത്, നന്ദൻ്റെ ആ നാലിറയത്ത് ഒരു നനുത്ത പൂമ്പട്ടിൽ അവിടെ കിടത്തി എന്നാണ്. ആൾക്കാരങ്ങോട്ട് വരാൻ തുടങ്ങി കാണാൻ. നന്ദന് എന്താണ് ആനന്ദം ഉണ്ടായതെന്നറിയില്ല തൻ്റെ പൊന്നുണ്ണിയെ കണ്ട സമയത്ത്. അങ്ങനെ ആൾക്കാരങ്ങനെ വന്ന് കാണാൻ തുടങ്ങിയെന്നാണ്. കണ്ട് ഇത് തീരണില്ല, തിക്കി തിരക്കി ഗോപസ്ത്രീകളൊക്കെ പറയാൻ തുടങ്ങി, രമയെ ഒന്ന് മാറി നിൽക്കുമോ, മുഷിയരുത് കേട്ടോ, ഞാനൊന്ന് കാണട്ടെ, ഒന്ന് കണ്ടിട്ട് അപ്പുറത്തേക്ക് നിന്നുള്ളൂ, ഞാനൊന്ന് കാണട്ടെ എന്ന് ഗോപസ്ത്രീകൾ മുമ്പിൽ നിൽക്കുന്ന ആളെ പിന്നിലേക്ക് ഉന്തി ഇവർ കാണുകയാണ്. ഗോപന്മാർ പറയണു ഞങ്ങളൊന്ന് കാണട്ടെ എന്ന്. അങ്ങനെ യാതൊരു നിവൃത്തിയില്ലാതെ വന്ന സമയത്ത് നന്ദഗോപർ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ, രണ്ടാൾക്കാരെ വെച്ചു എന്നാണ്. എന്നിട്ട് ഇവരെയൊക്കെ വരിയാക്കി നിർത്തി എന്നാണ്. വന്ന ആൾക്കാരെ മുഴുവൻ വരിയാക്കി നിർത്തി. എന്താ, ഉണ്ണിയെ കണ്ട ആരും പോവില്ല ഇവിടുന്ന്. ഈ ഉണ്ണിയുടെ ആ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കെങ്കിലും അവിടുന്ന് മാറാൻ തോന്നുമോ? ഉണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ, ആ കണ്ണും ആ പുഞ്ചിരിയും ആ മുഖഭാവവും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരാ ഒരു പ്രാവശ്യം കണ്ട ആൾക്കാരാ അവിടുന്ന് മുമ്പിന്ന് മാറുമോ? ഒരാളും മാറണില്ല. നിർബന്ധപൂർവം നന്ദഗോപര് രണ്ട് വരിയാക്കി നിർത്തിയിട്ട് വരിയായിട്ട് വന്ന് കാണൂ കണ്ണനെ എന്ന് പറഞ്ഞു. അങ്ങനെ വരിയായിട്ട് ഓരോരുത്തരങ്ങനെ കാണാൻ തുടങ്ങി. വന്ന് ആ കിഴക്കേ ഭാഗത്ത് കൂടി അങ്ങോട്ട് കടത്തി വിടുകയാണ്. എന്നിട്ട് വടക്കേ ഭാഗത്ത് കൂടി പുറത്തേക്ക് അങ്ങോട്ട് ഇറക്കുകയാണ്. അങ്ങനെ പിന്നെ കണ്ടത് മതിയാവണില്ല ആൾക്കാർക്ക്. വീണ്ടും കാണാൻ തോന്നുന്ന സമയത്ത് ഇവർ നന്ദഗോപര് പറഞ്ഞു വരിയുടെ പിന്നിൽ പോയിന്നോളൂ എന്നാൽ രണ്ടാമത് ആദ്യം വന്ന് കാണാമെന്നാണ്. ഇതിന് പുറത്തേക്ക് ഇറക്കുമ്പം തന്നെ ഉണ്ട് കേട്ടോ, അഹോ ഖലു യശോദയാ, അത് പറഞ്ഞില്ല, നവകളായ ചേതോഹരം. യശോദ ആ ഉണ്ണിയൻ്റെ ആദ്യം കണ്ണുകൊണ്ടാണ് ഇത്രയെ കോരി കുടിച്ചത്. യശോദയെ പോലെ ഭാഗ്യവതിയായിട്ടൊരമ്മ ആരാണുള്ളത്? തൻ്റെ പൊന്നുണ്ണി ലോകൈകനാഥനെ തനിക്ക് ഉണ്ണിയായി കിട്ടി. അതോ ആ ഉണ്ണിയെ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ ഉണ്ണി ആ നീല രത്നത്തിനെങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണെടുക്കാൻ തോന്നുമോ, കയ്യിൽ നിന്ന് നിലത്ത് വെക്കാൻ തോന്നുമോ? യശോദ മാറോടങ്ങനെ ചേർത്ത് ആദ്യം കണ്ണുകൊണ്ട് കോരി കുടിച്ചു എന്നാണ് പറയുന്നത്. അതിന് ശേഷം ആണ് സ്തന്യം പാനം ചെയ്യിപ്പിച്ചത് എന്ന് പറഞ്ഞു. ലോകത്തിലുള്ള സകല പുണ്യാത്മാക്കളെയും ജയിച്ചു. പുണ്യവന്തോജിത ജഗതി പുണ്യവന്തോജിത എന്ന് പറയണു. ഏതായാലും ഇവിടെ തിരക്കൊഴിയണില്ല. ഭഗവാന്റെ സന്നിധാനത്തിൽ എപ്പോഴെങ്കിലും തിരക്കൊഴിയോ എന്നാണ് ചോദിക്കണത്. ഭഗവത് സന്നിധാനത്തിൽ തിരക്കൊഴിവതെങ്ങനെ? അവിടെ എത്രയായിട്ടും തിരക്കൊഴിയണില്ല എന്നാണ് പറയണത്. ഇത് 5000 കൊല്ലം മുമ്പ് നടന്ന കഥ. അന്ന് അവിടെ ഇത്ര ആഘോഷവും ഇത്ര തിരക്കുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മളുടെ ഗുരുവായൂരത്തെ അവസ്ഥ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ അവിടെ ജനിച്ചു. ഇവിടെ ഇതേപോലെ വിഗ്രഹം ഒന്നുമായിട്ടല്ല നിൽക്കുന്നത്. സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ പച്ചയായി അവിടെ അങ്ങനെ വിളങ്ങി നിന്നു. അന്ന് അവിടെ ഇത്ര തിരക്കുണ്ടായി. പക്ഷേ ഇന്ന് നമ്മളുടെ ഗുരുവായൂരത്തെ ഒരു തിരക്ക് നോക്കൂ. ഏതെല്ലാം രാജ്യത്തുനിന്ന് എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ കാണാൻ വരുന്നത്. ഒരു നോക്ക കണ്ണനൊന്ന് കണ്ടുപോകും, നിർവൃതി അടയാൻ എത്ര ആൾക്കാർ കൊതിച്ച് നിൽക്കണോ അല്ലേ? എന്നാൽ കാണാൻ പറ്റുമോ? ആ തിരുമുമ്പിൽ അങ്ങനെ ആൾക്കാരിങ്ങനെ കടത്തി വിടുകയാണ്. തിരുമുമ്പിൽ എത്തുന്ന സമയത്തെ മാറൂ ഒരു സെക്കൻഡ് കണ്ട് നിൽക്കാനോ ഒരു സമ്മതിക്കുമോ? നമ്മളെ സമ്മതിക്കില്ല. ഇനി വേണേ വരിയുടെ പിന്നിൽ വന്ന് നിന്നോളൂ എന്നാ, രണ്ടാമത് വരിയായി വന്നോളൂ, പറ്റില്ല, നിർത്തില്ല നമ്മളെ അവിടെ. അപ്പോൾ ഈ മാറൂന്ന് പറയണതിന് രണ്ടർത്ഥമുണ്ട് കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. വേഗം മാറിക്കോളൂന്നുണ്ട്, ഇത്ര ഈ സംസാരത്തിൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ടി ഇത്രയും ദൂരത്തുനിന്ന് വിഷമിച്ച് നിങ്ങൾ എന്നെ കാണാൻ വന്നില്ലേ, ഇനിയൊന്ന് മാറി ചിന്തിക്കൂ എന്നാണ്. ഇനിയെങ്കിലും ഈ ലൗകിക ചിന്തകളൊക്കെ ഒന്ന് വിട്ട് എന്നെ മാത്രം ഒന്ന് ചിന്തിക്കൂ എന്നാണ്. ഈ മാറൂ എന്ന് പറയണതിന് രണ്ടർത്ഥമുണ്ട് എന്നാണ്. എന്തേ പറഞ്ഞ് അന്നത്തെ
അന്ന് അമ്പാടിയിൽ ഇത്ര തിരക്കുണ്ടായാൻ എന്താ അത്ഭുതം അല്ലേ? സാക്ഷാൽ ഭഗവാൻ അവതരിച്ചതാണ്. ഇന്നും ഗുരുവായൂർ നോക്കൂ, എത്ര തിരക്കാണ് അല്ലേ? ഇവിടെ ഏതായാലും അമ്പാടിയിൽ അന്നത്തെ ആദ്യത്തെ കൃഷ്ണ ജന്മോത്സവം അതിഗംഭീരമായിട്ട് അവിടെ ഇങ്ങനെ ആഘോഷിച്ചു എന്ന് പറയണു. ഭട്ടതിരിപ്പാടും പറയണു, ദാ ഗുരുവായൂരപ്പ അവിടുത്തെ ലോകത്തിന് മുഴുവൻ മംഗളപ്പൂമാരി വാരി വർഷിക്കണ ഭഗവാനെ അവിടുന്ന് ആ ജന്മദിനാഘോഷങ്ങളിലൊക്കെ പങ്കുകൊണ്ട് ആ എല്ലാവരുടെയും സന്തോഷം ഏറ്റുവാങ്ങി സന്തോഷമായിരിക്കണ കണ്ണ അടിയൻ്റെ ഈ രോഗസമൂഹങ്ങളെയും ഒന്ന് നശിപ്പിക്കണേ, ഒന്ന് തീർത്ത് തരണേ എന്ന് പറഞ്ഞിട്ടാണ് 39ാമത്തെ ദശകം ശ്രീ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദാരവിന്ദത്തിൽ സമർപ്പിച്ചത്. നമുക്കും ഈ വാക്കുകളൊക്കെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ കുറൂരമ്മയുടെ ഈ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദാരവിന്ദത്തിൽ സമർപ്പിക്കാം. സ്വീകരിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ സജ്ജനങ്ങളോടും പ്രാർത്ഥിക്കണം. ഭഗവാന്റെ നമുക്കൊക്കെ ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തി ഉണ്ടാവണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കണ്ടൂ കേട്ടോ. തിരുനാമം ജപിക്കാൻ തോന്നിക്കണേ. ഭഗവാനെ അവിടുത്തെ പാദത്തിൽ ഭക്തി ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഭഗവാൻ നമ്മളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. ഉള്ളു നൊന്നിട്ടുള്ള പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കില്ല, ഉറപ്പാണ്. ഉറക്കെ വിളിച്ചോളൂ, കൃഷ്ണ നാരായണ ഗോവിന്ദ, ഉറക്കെ വിളിച്ചോളൂ. ഭഗവാൻ കേൾക്കാതിരിക്കില്ല, ഉറപ്പാണ്. നമ്മളുടെയൊക്കെ എല്ലാ വിഷമങ്ങളും തീർത്ത് തരാൻ ഞാനില്ലേ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ കൂടെ നമ്മുടെ പൊന്നുണ്ണി ഉണ്ട് കേട്ടോ. അതിൻ്റെ തെളിവല്ലേ നമുക്കിതാ ഇങ്ങനെയൊക്കെ സത്സംഗങ്ങളും നാമജപങ്ങളും നാരായണീയും ഇതൊക്കെ തരാവണത്. ഇടയ്ക്ക് നമുക്ക് ഇതിനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ തരണില്ലേ? ആ ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദത്തിൽ ഒന്നുകൂടി നമസ്കരിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.